മനുഷ്യജീവിതത്തിന്റെ ചരിത്രത്തിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ആദ്യകാല ഹോമിനിഡുകളുടെ ഉത്ഭവത്തോടെയാണ് മനുഷ്യജീവിതം ആരംഭിച്ചത്. ഈ പൂർവികർ ക്രമേണ പരിണമിക്കുകയും രണ്ട് കാലിൽ നടക്കാനുള്ള കഴിവ്, വലിയ തലച്ചോറ്, ഉപകരണങ്ങളുടെ ഉപയോഗം എന്നിവ വികസിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക മനുഷ്യരായ ഹോമോ സാപ്പിയൻസ് പ്രത്യക്ഷപ്പെട്ടു. ആദ്യകാല മനുഷ്യർ വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും ചെറിയ കൂട്ടങ്ങളായി ജീവിച്ചു. ഭക്ഷണം, പാർപ്പിടം എന്നിവയ്ക്കായി അവർ പ്രകൃതിയെ ആശ്രയിച്ചിരുന്നു. കാലക്രമേണ അവർ ഭാഷ, സംസ്കാരം, സങ്കീർണമായ സാമൂഹിക ഘടനകൾ എന്നിവ വികസിപ്പിച്ചു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് കാർഷിക വിപ്ലവം ഒരു വലിയ വഴിത്തിരിവായി മാറി. മനുഷ്യർ കൃഷി ചെയ്യാനും മൃഗങ്ങളെ വളർത്താനും ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാനും തുടങ്ങി. ഇത് ഗ്രാമങ്ങളുടെയും പിന്നീട് നഗരങ്ങളുടെയും നാഗരികതകളുടെയും ഉദയത്തിലേക്ക് നയിച്ചു. അങ്ങനെ സംഘടിതമായ ഭരണകൂടങ്ങൾ, സാമൂഹിക ശ്രേണികൾ, വ്യാപാര സംവിധാനങ്ങൾ എന്നിവ നിലവിൽ വന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യർ സാങ്കേതികവിദ്യ, കല, ശാസ്ത്രം, തത്വചിന്ത എന്നിവയിൽ പുരോഗതി നേടി. മെസൊപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, ഗ്രീസ്, റോം, ചൈന, ഇന്ത്യ തുടങ്ങിയ പുരാതന നാഗരികതകൾ വിജ്ഞാനത്തിനും സംസ്കാരത്തിനും വലിയ സംഭാവനകൾ നൽകി. 18-19 നൂറ്റാണ്ടുകളിലെ വ്യാവസായിക വിപ്ലവം, യന്ത്രങ്ങൾ, ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവയിലൂടെ മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ചു. വൈദ്യശാസ്ത്രം, ഗതാഗതം, ആശയവിനിമയം എന്നിവയിലെ പുരോഗതി മനുഷ്യരുടെ ആയുസ്സ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള ആളുകളെ ബന്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ന് മനുഷ്യർ അതിവേഗത്തിലുള്ള സാങ്കേതിക പുരോഗതിയും പാരിസ്ഥിതിക വെല്ലുവിളികളും നിറഞ്ഞ, പരസ്പരം ബന്ധിപ്പെട്ടിരിക്കുന്ന ഒരു ആഗോള സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആയുസ്സും ജീവിത നിലവാരവും മെച്ചപ്പെട്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം, സാമൂഹിക അസമത്വം, നവീകരണത്തിലൂടെ ഉണ്ടാകുന്ന ധാർമ്മിക പ്രശ്നങ്ങൾ എന്നിവ പോലുള്ള സങ്കീർണ പ്രശ്നങ്ങൾ മാനവികത നേരിടുന്നുണ്ട്. ഈ ദീർഘയാത്രയിലുടനീളം മനുഷ്യർ ശ്രദ്ധേയമായ പൊരുത്തപ്പെടാനുള്ള കഴിവും സർഗാത്മകതയും തങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യങ്ങളുടെയും ആദ്യകാല നാഗരികതകളുടെയും തുടക്കം ഇന്നത്തെ ഇറാഖിലെയും സിറിയയിലെയും തുർക്കിയിലെയും ചില ഭാഗങ്ങളിലായി യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ മെസൊപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഏകദേശം 6500 BCEയിൽ കണ്ടെത്താനാകും. നാഗരികതയുടെ കളിത്തൊട്ടിലെന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഈ പ്രദേശം ഫലഭൂയിഷ്ഠമായതിനാൽ സംഘടിതമായ സമൂഹങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. മെസൊപ്പൊട്ടേമിയ സുമേരിയൻകർ ഉൾപ്പെടെ നിരവധി പുരാതന കൾച്ചറുകളുടെ ആസ്ഥാനമായിരുന്നു. നാഗരികതയുടെ അടിസ്ഥാനപരമായ പലതും വികസിപ്പിച്ചതിന്റെ ബഹുമതി സുമേരിയൻകാർക്കാണ് ഉള്ളത്. അവയിൽ ചിലതാണ് എഴുത്ത്, ചക്രം, ആദ്യകാല ഗണിതശാസ്ത്രം, പായ്ക്കപ്പലുകൾ, സങ്കീർണമായ ഭരണ സംവിധാനങ്ങൾ എന്നിവ. സുമേരിയൻകാർ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും മതിലുകളുമുള്ള നഗരരാഷ്ട്രങ്ങൾ നിർമ്മിച്ചിട്ടും മതപരവും സാമൂഹികവുമായ ശ്രേണി നിലനിർത്തുകയും ചെയ്തു. അക്കേഡിയൻസ്, ബാബിലോണിയൻസ്, അസീറിയൻസ് തുടങ്ങിയ മറ്റു മെസൊപ്പൊട്ടേമിയൻ ജനങ്ങളും ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു. അവർ ഈ പ്രദേശത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും അത് പിന്നീട് പേർഷ്യക്കാർ 539 BCEയിൽ ഈ പ്രദേശം കീഴടക്കുന്നതുവരെ അത് നിലനിർത്തുകയും ചെയ്തു. മെസൊപ്പൊട്ടേമിയയ്ക്ക് സമാന്തരമായി ഈജിപ്തിലും പുരാതന രാജ്യങ്ങൾ ഉടലെടുത്തു. ഏകദേശം 3100 BCEയിൽ ആദ്യത്തെ രാജവംശത്തിന്റെ കീഴിൽ അപ്പറം ലോവർ ഈജിപ്റ്റ് ഒന്നിച്ചത് ഇതിന് ഉദാഹരണമാണ്. ഈജിപ്ഷ്യൻ നാഗരികത അതിന്റെ ശ്രദ്ധേയമായ വാസ്തുവിദ്യകളായ പിരമിഡുകളും തേമ്പിളുകളും ഒരു കലണ്ടർ സിസ്റ്റമും ഹെറോഗ്ലിഫിക് എഴുത്തും എന്നിവയ്ക്കായി പേരുകേട്ടതാണ്. ദക്ഷിണേഷ്യയിലെ സിന്ധു നദീതടത്തിൽ ഏകദേശം 3300 BCEയിൽ ചൈനയിലെ ഹ്വാങ്ഹെ, മഞ്ഞ ഹന്നി താഴ്വരയിലും ആദ്യകാല രാജവംശങ്ങളുടെ ഉദയത്തോടെ ആദ്യകാല രാജ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഈ ആദ്യകാല രാജ്യങ്ങളുടെയും നാഗരികതകളുടെയും പ്രത്യേകതകൾ ഇവയായിരുന്നു: കൃഷിയുടെയും മൃഗങ്ങളെ വളർത്തുന്നതിന്റെയും വികസനം, നഗരങ്ങളുടെ രൂപീകരണവും കേന്ദ്രീകൃത ഭരണവും, രേഖകൾ സൂക്ഷിക്കാനുള്ള എഴുത്തിന്റെ ഉപയോഗം, മഹത്തായ വാസ്തുവിദ്യകളുടെ നിർമ്മാണം, വ്യാപാര ശൃംഖലകൾ, സങ്കീർണമായ സാമൂഹിക മതപരമായ സമ്പ്രദായങ്ങളുടെ ആവിർഭാവം. അവ പിൽക്കാല നാഗരികതകൾക്കും ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തിനും അടിത്തറയിട്ടു.